യേശുക്രിസ്തു സ്നേഹവന്ദനം പ്രിയരെ. ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചതുപോലെ നല്ല മനസ്സാക്ഷിയെക്കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നല്ല മനസ്സാക്ഷി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നന്മകളാണ് ദൈവം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് അല്ലേ. ആ സകല അനുഗ്രഹങ്ങളും ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സാക്ഷിയിലകത്താണ്. അപ്പോൾ ആ മനസ്സാക്ഷി എന്താണെന്ന് നമുക്ക് അതിനെക്കുറിച്ചൊന്ന് പഠിക്കാം. അപ്പോൾ ആ മനസ്സാക്ഷിയെക്കുറിച്ച് പറയുന്ന വചനങ്ങൾ ആദ്യം ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാം. തിമോഥെയോസ് 1:5 വാക്യത്തിലാണ് മനസ്സാക്ഷിയെക്കുറിച്ച് പറയുന്നത്. ആജ്ഞയുടെ ഉപദേശമോ, അപ്പോൾ പൗലോസ് പറയാണ്, ആജ്ഞയുടെ ഉപദേശമോ, ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം. അപ്പൊ സ്നേഹം ജനറേറ്റ് ചെയ്യുന്ന സ്ഥലം എവിടെയാ? നല്ല മനസ്സാക്ഷി, ശുദ്ധ ഹൃദയം, അടുത്ത പറയാ നിർവ്യാജ വിശ്വാസം. ഈ 3 കാര്യങ്ങൾ എവിടെ കിടക്കുന്നുണ്ട്? മനസ്സാക്ഷിയുടെ അകത്ത് കിടക്കുന്നുണ്ട്. വചനത്തിനകത്ത് പറയുന്നില്ലേ ഹൃദയം ഹൃദയം എന്നൊക്കെ പറയുന്നത്. ഈ ഹൃദയം ഹൃദയം എന്ന് പറയുന്നത് എല്ലാ ഭാഗങ്ങളെയും കർത്താവ് നമ്മളോട് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് മനസ്സാക്ഷി എന്നാണ്. അപ്പം നിങ്ങളുടെ മനസ്സാക്ഷിയെ നിങ്ങൾ എന്ത് ചെയ്യണം? വളരെയധികം ജാഗ്രതയോടെ സൂക്ഷിക്കണം. അതാണ് സകല ജാഗ്രതയോടെ നിന്റെ ഹൃദയത്തെ സൂക്ഷിച്ചു കൊള്ളുക. അവിടെ എല്ലോ ജീവന്റെ ഉറവിടം ഇരിക്കുന്നത്, ജീവൻ ഇരിക്കുന്നത്. അപ്പം നിങ്ങളത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക പ്രിയരെ. അപ്പം നമ്മുടെ മനസ്സാക്ഷി ഇരിക്കുന്ന സ്ഥലം എവിടെയാണ്? നമ്മുടെ ആത്മാവിനോട് ചേർന്ന് വസിക്കുന്ന മനസ്സിൻ്റെ ഒരു വലിയ ഡീപ്പായിട്ടുള്ളൊരു മേഖലയാണ് മനസ്സാക്ഷി എന്ന് പറയുന്നത്. മനസ്സാക്ഷി നമ്മുടെ ആത്മാവിനോട് ചേർന്ന് മനസ്സിൻ്റെ സംഭവം. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഈ മനസ്സാക്ഷിയെക്കുറിച്ച് വചനം എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. വചനം മുഴുവൻ പറയുന്നതും മനസ്സാക്ഷിയെക്കുറിച്ചാണ്. അപ്പോൾ 2 തിമോഥെയോസ് 2:23 വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: യൗവന മോഹങ്ങളെ വിട്ട് നീതിയിൽ വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനം ആചരിക്കുവിൻ. അപ്പൊ ഈ നല്ല ഹൃദയം, എന്താ പറയുക, നല്ല മനസ്സാക്ഷി നമുക്ക് എന്ത് ഉണ്ടെങ്കിൽ എന്താ ഗുണം എന്ന് പറയുമോ? യൗവന മോഹങ്ങളെ വിട്ടോടുക. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞല്ലോ, ജഡീക മനുഷ്യനെ വിട്ടുകൂടി ജഡത്തിന്റെ ചിന്തകളിൽ നിന്നും വിട്ടുമാറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നീതി എന്ന ഫലം, ആത്മാവിന്റെ ഫലങ്ങൾക്ക് വേണ്ടി നീളം വിശ്വാസം, സ്നേഹം, ശുദ്ധ ഹൃദയത്തോടെ. അപ്പൊ നിങ്ങളിരിക്കുന്ന നല്ല മനസ്സാക്ഷി എന്ന് പറഞ്ഞാൽ, നമ്മുടെ മനസ്സാക്ഷി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വിഷയം എന്താണെന്ന് അറിയാമോ പ്രിയരെ? നമ്മുടെ ആത്മാവിന്റെ ഫലം കായ്ക്കണം. നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ അകത്തിരുന്നിട്ട്, ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്നിട്ട് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നതാണ്. അപ്പം നമുക്ക് എന്താണ് വേണ്ടത്? ഈ ഭൂമിയിലെ സുഖങ്ങളൊന്നും അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ ആ സ്നേഹം തന്നെ. തിരിച്ച് ആ ക്രിസ്തുവിനോട് പറ്റിയിരിക്കണം. ഇത് മനസ്സാക്ഷിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൻ്റെ ഫലം അനുഭവിക്കണം. കാരണം ഞാൻ ആത്മാവിൻ്റെ അകത്തിരുന്നവരാ. അപ്പോൾ ആത്മാവിൻ്റെ അകത്തിരുന്ന ആത്മാവിന് എപ്പോഴും എന്ത് വേണം? ആത്മാവിൻ്റെ ഫലം കിട്ടിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ടല്ലേ പ്രിയരെ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് എപ്പോഴും ഒരു ശൂന്യത വന്നുകൊണ്ടിരിക്കണേ, അസ്വസ്ഥത വന്നുകൊണ്ടിരിക്കണേ. നമുക്ക് ദൈവത്തെ അറിയണമെന്നുള്ള ആഗ്രഹവും ദാഹവും വർദ്ധിക്കണം. എന്തുകൊണ്ടാണ്? ഈ മനസ്സാക്ഷിക്ക് എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കണം. ഒറ്റ ആഗ്രഹമുള്ളത് കൊണ്ടാണ് പ്രിയരെ ദൈവത്തോട് പറ്റിയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രിയരെ ഈ കാര്യം നിങ്ങൾ തിരിച്ചറിയൂ. നമുക്കെന്താ പറയുക? നമ്മുടെ യൗവന മോഹങ്ങളെ വിട്ടോടിയിട്ട് എന്താ പറയുക? ജഡത്തിൻ്റെ സ്വഭാവത്തിന്, ലോകത്തിൻ്റെ ചിന്തകൾ, ഇതൊക്കെ വിട്ടോടുക. അപ്പം ഞാൻ ഈ ലോകത്തിൻ്റെ ചിന്തകൾ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം പ്രിയരെ. ലോകം എന്ന് പറയുമ്പോൾ ആളുകൾ വളരെയധികം തെറ്റിദ്ധരിച്ചിരിക്കുക. നമ്മളെ ലോകത്ത് സംഭവിക്കുന്ന, ലോകത്തിലുള്ള മെറ്റീരിയൽസ് ഉണ്ടല്ലോ, വീട്, വസ്തു, വഹകൾ, അങ്ങനെ മറ്റുള്ള പല കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ആളുകൾക്ക് അറിവില്ലാത്ത ഈ വചനത്തിൻ്റെ വ്യക്തമായ തിരിച്ചറിവില്ലാതെ ബാഹ്യമായി ചിന്തിക്കുമ്പോൾ അവരെന്ത് ചിന്തിക്കുന്ന പറയാം? ലോകത്തിൻ്റെ സകല സാധനങ്ങളെയും വിട്ടുകളയണമെന്ന് അവരാണ്. അത് നേടരുത്, ഇത് നേടരുത്, അങ്ങനെ നമ്മുടെ ഡീഗ്രേഡിലോട്ട് വരുന്ന അവസ്ഥ. അതല്ല ദൈവവചനം പറയുന്നത് പ്രിയരെ. ലോകം എന്ന് പറയുന്നത് എല്ലാം നമ്മുടെ അകത്ത്, മനസ്സിൻ്റെ അകത്തിരിക്കുന്ന സിസ്റ്റത്തെയാണ് പറയുന്നത്. ഈ ലോകത്തിൻ്റെ ഈ ചിന്തകളെ ഓടുവാനാണ് പറയുന്നത് യൗവന മോഹങ്ങളെ. ഈ മനസ്സിൻ്റെ പാറ്റേൺ വെച്ചിരിക്കുന്ന മോഹങ്ങളിൽ നിന്നും നിങ്ങൾ വിട്ടോടിയിട്ട് നല്ല ഹൃദയം, മനസ്സാക്ഷി, നമ്മുടെ അകത്തിരിക്കുന്ന ആത്മാവിൻ്റെ ചിന്തകളിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യണമെന്നാണ് കർത്താവ് പറയുന്നത്. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കും. കാരണം നിങ്ങൾ ഒരിക്കലും ഭയപ്പെട്ട് തെറ്റിപ്പോകാനും ഒന്നിനും നിങ്ങൾ ഇടവരരുത്. അത് മുൻകൂട്ടി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഈ മനസ്സാക്ഷി. അപ്പം മനസ്സാക്ഷിയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം അടുത്തത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആ വചനം കൂടി നമുക്കൊന്ന്
വായിച്ചു. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിനകത്ത് വളരെ പ്രധാനപ്പെട്ട വാക്യം 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാം. എന്താണ് മനസാക്ഷി? മനസാക്ഷിയുടെ വാല്യൂ എന്താണ് നോക്കും. നമ്മളിത് നിക്ഷേപമാണ് കേട്ടോ. പുഴുവും തുരുമ്പും കെടുകയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. അപ്പോൾ ദൈവവചനം പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഭൂമിയിൽ നിങ്ങളെ നിക്ഷേപം സ്വരൂപിക്കരുത്. ഈ ഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഈ മനസ്സ് പറയുന്ന ചിന്തകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിക്ഷേപം സ്വരൂപിക്കരുതെന്ന് കർത്താവ് പറയുക. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവിൻ. അപ്പൊ അടുത്ത വചനം പറയുന്നത് എന്താണ്? നിങ്ങൾ എവിടെ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളണം? നിങ്ങൾ സ്വരൂപിച്ചു കൊള്ളേണ്ട സ്ഥലമാണ് നിങ്ങളുടെ മനുഷ്യാത്മാവ്. അതിനോട് ആര് പ്രവർത്തിക്കും? മനസ്സാക്ഷിയിലൂടെ നമ്മുടെ എന്ത് ചെയ്യണം? നമ്മുടെ ആത്മാവിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യണം? നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളണം. അടുത്തത് പറയാണ്, നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. അപ്പൊ ഹൃദയം എവിടെ ഇരിക്കും? നമ്മുടെ മനസ്സാക്ഷി എവിടെ ഇരിക്കും? നമ്മുടെ നിക്ഷേപം എവിടെയാണ് ഇരിക്കുന്നത്? പ്രിയരെ, നമ്മുടെ മനസ്സിന്റെ അകത്ത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങളുടെ നിക്ഷേപം എവിടെയാണ് ഇരിക്കുന്നത്? നിങ്ങളുടെ അകത്ത് ആകുല ചിന്തകളും അസമാധാനങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഞെരുക്കവും എല്ലാമാണ് നിങ്ങളുടെ മനസ്സിലിരിക്കണമെങ്കിൽ നിങ്ങളുടെ ചിന്ത എവിടെ എന്തിരിക്കും? നിങ്ങൾ മനസ്സിൻ്റെ അകത്താണ് ആ ചിന്തകൾ മൊത്തം ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ചിന്തകളിൽ നിങ്ങൾ വസിക്കുകയാണെങ്കിൽ നിങ്ങൾ നിർത്തുക, സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾക്ക് അതൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ അതൊന്നും നോക്കണ്ട. നിങ്ങളുടെ നിക്ഷേപം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട സ്ഥലങ്ങൾ നിങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങളുടെ നിക്ഷേപം എന്ത് ചെയ്യണം? സ്വർഗത്തിൽ, നമ്മുടെ കർത്താവ്, നമ്മുടെ ഹൃദയത്തിൽ നിങ്ങൾ നിക്ഷേപം, ആത്മാവിൽ നിങ്ങൾ നിക്ഷേപം വിതയ്ക്കാൻ പഠിക്കണം. അടുത്ത വാക്യം പറയാം, ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശമായിരിക്കും. പ്രിയരെ, ശരീരത്തിന്റെ വിളക്ക്, നമ്മുടെ ഈ ശരീരത്തിന്റെ വിളക്ക് എന്ന് പറഞ്ഞാൽ കണ്ണാകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യം എന്ത് വിചാരിക്കും? ഭൗതികമായി എന്ന് വിചാരിക്കും നമ്മുടെ ഈ 2 കണ്ണാണ് എന്ന് ചിന്തിക്കും. പക്ഷെ പ്രിയരെ, ഈ കണ്ണല്ല, നമ്മുടെ അകത്തെ കണ്ണിന്റെ പേരാണ് മനസാക്ഷി. മനസാക്ഷി എന്ന് പറയുന്ന കണ്ണ് എന്തായിരിക്കണം? ചൊവ്വുള്ളതെങ്കിൽ, അതാ പറയുക, ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശമായിരിക്കും. അപ്പൊ നിങ്ങളുടെ കണ്ണ് എന്ത് ചെയ്യണം? നിങ്ങളുടെ മനസാക്ഷി നല്ല ശുദ്ധ ഹൃദയമുള്ളതാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് മൊത്തം എന്തായിരിക്കും? പ്രകാശമായിരിക്കും. നിങ്ങളുടെ നല്ല ഹൃദയമാണെങ്കിൽ ഹൃദയം മൊത്തം പ്രകാശമായിരിക്കും എന്ന് പറഞ്ഞാൽ ആരാണ്? നിങ്ങളുടെ അകത്ത് മൊത്തം യേശു ആയിരിക്കും. യേശു നിറഞ്ഞിരിക്കും. അടുത്ത വാക്ക് പറയാം, കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാലോ ഇരുട്ട് എത്ര വലിയത്. പ്രിയരെ, കർത്താവ് പറയുന്നു, നിങ്ങളുടെ കണ്ണ് എന്താണ്? മനസാക്ഷി എന്താണ്? ഇരുട്ടിന്റെ ചിന്തകളാണെങ്കിൽ, ഇരുട്ടിന്റെ സ്വഭാവത്തിൽ മനസ്സ് പറയുന്ന, ലോകത്തിന്റെ ജഡസ്വഭാവം പറയുന്ന ചിന്തകളിലാണ് നിങ്ങൾ ജീവിച്ചു പോകുന്നതെങ്കിൽ നിങ്ങളുടെ ഹൃദയം എന്തായിരിക്കും എന്ന് പറയണം? മനസാക്ഷി എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഇരുട്ടായിരിക്കും. ഇരുട്ട് എന്താ കർത്താവ് പറയണത്? ഇരുട്ട് വലിയത്. അടുത്തൊരു വാക്ക് പറയാം, 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനെ പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കാൻ കഴിയില്ല. പ്രിയരെ, 2 കാര്യങ്ങൾ പറയണം. നമുക്ക് എന്തുണ്ട്? മനസ്സിന്റെ അകത്ത് എന്തുണ്ട്? ഒന്ന് ജഡ ലോകം ഇരിപ്പുണ്ട്, ഒന്ന് ആത്മലോകം ഇരിപ്പുണ്ട്. അപ്പൊ നമുക്ക് 2നെയും ഒരേ സമയത്ത് സേവിക്കാൻ സാധിക്കത്തില്ലെന്ന് കർത്താവ് പറയുന്നു. അപ്പൊ നമുക്ക് എവിടെയാ സേവിക്കേണ്ടേ? നമുക്ക് മാമോനെ സേവിക്കേണ്ട ആവശ്യമില്ല. കാരണം ലോകത്തിൽ വരുന്ന ഈ മനസ്സിന്റെ ചിന്തകളിൽ നമുക്ക് യാത്ര ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. നമ്മുടെ കണ്ണ് എന്തായിരിക്കണം? നമ്മുടെ കണ്ണ് പ്രകാശമാണ്, നമ്മുടെ കണ്ണ് ഇരുളല്ല. നിങ്ങൾ ഇരുളിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുമെങ്കിൽ പ്രിയരെ, നിങ്ങൾ തിരിച്ചു പറയൂ, ഞാൻ ഇനി ജീവിക്കുന്ന ഈ ജീവിത രീതി ഞാൻ ഇപ്പോൾ നിർത്തുന്നു. ഇനി എനിക്കത് വേണ്ട. കാരണം എനിക്ക് തിരിച്ചറിവ് കിട്ടി. എനിക്കിനി എന്ത് ചെയ്യണം? കണ്ണ് വെളിച്ചമായി തീരണം. ഞാൻ എൻ്റെ ക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് എൻ്റെ മനസ്സിലുള്ള എല്ലാ ഇരുളുകളെയും യേശുവിൻ്റെ രക്തത്തിൽ കഴുകി ശുദ്ധീകരിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ നിക്ഷേപത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണ് മനസ്സാക്ഷി എന്ന് പറഞ്ഞാൽ? മനസ്സാക്ഷിയുടെ വാല്യൂ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങളുടെ കണ്ണ് എന്തായിരിക്കണം?
നിങ്ങളുടെ ഹൃദയത്തിലായിരിക്കണം നല്ല മനസ്സാക്ഷി, നല്ല വെളിച്ചമായിരിക്കണം, പ്രകാശമായിരിക്കണം. അപ്പം നിങ്ങളുടെ ഹൃദയം നിറഞ്ഞു കവിയുന്ന എത്രേ അവിടെയാണ് നിങ്ങളുടെ നിക്ഷേപം ഇരിക്കുന്നത്. അപ്പം നിങ്ങളുടെ നിക്ഷേപം എവിടെയായിരിക്കണം? പുഴുവും തുരുമ്പും കെടാത്ത, ആ കള്ളന്മാർ മോഷ്ടിക്കാത്ത ആ സ്ഥലത്തായിരിക്കണം. ഇവിടെ ആർക്കും മോഷ്ടിക്കാൻ പറ്റത്തില്ല പ്രിയരെ. നിങ്ങൾ ആത്മാവിനോട് പറ്റിച്ചേർന്ന് ജീവിക്കുകയാണെങ്കിൽ അവിടെ ആർക്കും മോഷ്ടിക്കാൻ പറ്റില്ല. കാരണം എങ്ങനെ മോഷ്ടിക്കും? ഈ ആത്മാവിൻ്റെ അകത്ത് ആരാ ഇരിക്കുന്നത്? യഹൂദ ഗോത്രത്തിൻ്റെ സിംഹം, രാജാവിരിക്കുന്നു, യേശു ഇരിക്കുന്നു. യേശു നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഇരിക്കുന്നിടത്തോളം കാലം ഏതെങ്കിലും കള്ളനെ മോഷ്ടിക്കാൻ പറ്റുമോ? ഒരു കള്ളനും മോഷ്ടിക്കാൻ പറ്റത്തില്ല പ്രിയരെ. യേശു നമ്മുടെ ഹൃദയത്തിൽ രാജാവായിട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ നിക്ഷേപം എപ്പോഴും യേശുവിലായിരിക്കണം. ആ യേശുവിനെ മാത്രം നിങ്ങളെ ഫോക്കസ് ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ എല്ലാ ചിന്തകളും നിങ്ങളുടെ മനസ്സാക്ഷിയിലേക്ക് ഒഴുകാൻ തുടങ്ങും. ആ മനസ്സാക്ഷിക്ക് എന്ത് വേണം? സ്വർഗീയ അപ്പൻ്റെ സ്നേഹം. കാരണം എന്താ പറയുക, ഈ മനസ്സാക്ഷി എവിടെ ഇരുന്ന് വെച്ചാൽ ആ സ്വർഗത്തിലെ അപ്പൻ്റെ ഉള്ളിലിരുന്ന് വെച്ചാൽ ആ അപ്പൻ്റെ ഉള്ളിൽ നിന്നും നമ്മൾ ഈ ഭൂമിയിലേക്ക് ഒരു ദൗത്യത്തിനായിട്ട് വന്നു. പക്ഷേ ഈ മനസ്സാക്ഷി എപ്പോഴും എന്താഗ്രഹിക്കുന്നു? എൻ്റെ അപ്പൻ്റെ സാന്നിധ്യം വേണം, എൻ്റെ അപ്പൻ്റെ സാന്നിധ്യം വേണം, എനിക്ക് എൻ്റെ എൻ്റെ പിതാവിൻ്റെ സാന്നിധ്യം വേണം. ആ ആകാംക്ഷയോടെ നമ്മൾ ഭയങ്കര വാഞ്ചയാണ് പ്രിയരെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും കരുതലുള്ളവരായി നമ്മുടെ മനസ്സിനെ, നമ്മുടെ മനസ്സാക്ഷിയെ ജാഗ്രതയോടെ സൂക്ഷിക്കാൻ പഠിക്കുക പ്രിയരെ. സൂക്ഷിച്ചാൽ നിങ്ങളുടെ ജീവിതം ഈ മനസ്സാക്ഷിയിലുള്ള സകല നന്മകൾ ഈ ഭൂമിയിൽ അനുഭവിക്കും പ്രിയരെ. ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത വിഷയങ്ങൾ ശുദ്ധീകരണം തന്നെയാണ്. ശുദ്ധീകരണത്തിന് മുമ്പ് ഈ മനസ്സാക്ഷിയെ അറിഞ്ഞാൽ മാത്രമേ മനസ്സാക്ഷിയിൽ പറ്റിയിരിക്കുന്ന കറകളും മാറിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? വെളിച്ചത്തിലേക്ക് യാത്ര ചെയ്യാൻ പ്രിയരെ. ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.